മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വീണാലും അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവാണ് ഒരാളുടെ ഏറ്റവും വലിയ മികവ്. ഒരു മനോഹരമായ ഹൃദയം 1000 മനോഹരമായ മുഖത്തേക്കാൾ വിലമതിക്കുന്നു. അമിതമായി ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല. സന്തോഷകരമായ ഹൃദയം, സമാധാനപരമായ ജീവിതം മനുഷ്യന് വേണ്ടത് അതാണ്. ഭക്തരെ, വിശ്വാസം തകർന്നാൽ പിന്നെ അവിടെ ക്ഷമയ്ക്ക് ഒരർത്ഥവുമില്ല. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളെ അർഹിക്കാത്ത ആളുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഭക്തരെ, അമിത ചിന്ത സമാധാനത്തിൻ്റെ ശത്രുവാണ്. പൂർണ്ണത പുരോഗതിയുടെ ശത്രുവാണ്. ഭയം വളർച്ചയുടെ ശത്രുവാണ്. സംശയം സർഗാത്മകതയുടെ ശത്രുവാണ്. അഹങ്കാരം ജ്ഞാനത്തിൻ്റെ ശത്രുവാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരാവുക. നിങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഹൃദയം അസ്വസ്ഥമാകില്ല. ഭക്തരെ, പല മനുഷ്യരും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. ജീവിതമെന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുക എന്നതല്ല, മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ്. ഭക്തരെ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക. മുഖം നോക്കാതെ മറുപടി പറയാൻ പഠിക്കുക. ഇത് രണ്ടും സാധിക്കാത്തവർക്ക് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരുപാട് പ്രയാസപ്പെടും. കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക. ഭക്തരെ, ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ജീവിക്കണം. തോറ്റുപോയാലും ഒറ്റപ്പെട്ടു പോയാലും ജീവിക്കണം. തകർന്നു പോയാലും മാറ്റി നിർത്തപ്പെട്ടാലും ജീവിക്കണം. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അത് നഷ്ടപ്പെടുത്തിയാൽ മറ്റൊന്ന് കിട്ടിയെന്ന് വരില്ല. ഭക്തരെ, ആരിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കരുത്. അങ്ങനെ വാങ്ങുന്നതൊന്നും നിലനിൽക്കില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നു ചേരും. ഭക്തരെ, കാലു പിടിച്ച് ചെല്ലുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മുന്നിൽ എല്ലാ കാലവും ക്ഷമിക്കേണ്ടി വരും. എപ്പോഴും തോറ്റു കൊടുക്കേണ്ടി വരും. അവിടെ ഒരിക്കലും മനസ്സലിയുമെന്ന് കരുതാതിരിക്കുക. സ്വാർത്ഥനായ ഒരാൾക്ക് ബന്ധങ്ങളേക്കാൾ പ്രധാനം അവരുടെ വാശികളായിരിക്കും. ചെറിയ തെറ്റുകൾ പോലും ക്ഷമിക്കാത്തവർ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഭക്തരെ, മരുന്നാകുന്ന മനുഷ്യർ തന്നെ ചില സമയത്ത് മുറിവേൽപ്പിച്ചു എന്ന് വരാം. മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആത്മാർത്ഥതയ്ക്ക് നിങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നതായിരിക്കും അവഗണന. ഭക്തരെ, വിനയമുള്ളവരാവുക. എന്നാൽ ആർക്കും അടിമയാകാതിരിക്കുക. സ്വയം അഭിമാനിക്കുക. എന്നാൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു മൂല്യവും ഉണ്ടാകില്ല. നിങ്ങളുടെ മൗനം മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് നിങ്ങൾ പറയുന്നതും മനസ്സിലാക്കാൻ കഴിയില്ല. ഭക്തരെ, ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വെല്ലുവിളികൾ തരുന്നത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളെ ശക്തരാക്കാനാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.